അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ 11 സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതേസമയം 4 പേർക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അവിടെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ നിർണായകമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ 11 പേർ, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സിറ്റിംഗ് MLA-മാർ മത്സരിക്കും എന്ന വിവരത്തോടൊപ്പം തന്നെ 4 പേർക്ക് സീറ്റ് ലഭിച്ചേക്കില്ല എന്ന വിവരം കൂടിയാണ് പങ്കുവെക്കേണ്ടത്. അങ്ങനെ 4 പേർ ആരൊക്കെ എന്നതിലേക്ക് പോകുമ്പോഴാണ് ആ പേരുകൾ ഉബൈദുള്ള, KPA മജീദ്, ലത്തീഫ്, MA നെല്ലിക്കുന്ന എന്നിവർക്ക് ഇത്തവണ സീറ്റ് ലഭിക്കില്ല എന്ന വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അനുമോദാണ്. അനുമോദ്, 11 പേർ മത്സര രംഗത്തുണ്ടാകും, 4 പേർ മാറ്റി നിർത്തപ്പെടുന്നു. അതായത് അവർക്ക് സീറ്റ് കിട്ടുമോ എന്ന് ഉറപ്പില്ല. എന്താണ് ആ ഒരു പശ്ചാത്തലം? എന്തുകൊണ്ടാണ് 11 പേർ മത്സരിക്കുകയും 4 പേരെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്? അഭിലാഷ്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളും സീറ്റ് ചർച്ചകളും ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിലിപ്പോഴും നമ്മൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അതനുസരിച്ച് നമുക്കറിയാൻ കഴിയുന്നത് 15 MLA-മാരിൽ 11 പേർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. മത്സരിക്കാൻ സാധ്യതയില്ലാത്തത് 3 ടേം മത്സരിച്ച ഒരു പക്ഷേ നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്ത പേരുകളിൽ പെട്ടവർ തന്നെയാണ്. ഒന്ന് കാസർഗോഡുള്ള NA നെല്ലിക്കുന്ന, അദ്ദേഹം ഇതിനോടകം 3 ടേം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പല തവണ MLA ആയ, ഇപ്പോൾ തിരുവങ്ങാടി MLA ആയിട്ടുള്ള KPA മജീദ്, ഒപ്പം തന്നെ 3 ടേം പൂർത്തിയാക്കിയ മലപ്പുറം MLA ആയിട്ടുള്ള P ഉബൈദുള്ള, ഒപ്പം UA ലത്തീഫ്, മഞ്ചേരി MLA. ഇങ്ങനെ 4 പേർ മത്സരിച്ചേക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ ഇത് മുഴുവൻ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെയാകും എന്ന് പറയാൻ കാര്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹം നിലവിൽ വിദേശത്ത് നിന്ന് വന്നതിന് ശേഷമേ ഇക്കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. വയനാട് വീടുകളുടെ താക്കോൽദാനത്തിന് ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടി ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകൂ എന്നാണ് അറിയാനാകുന്നത്. പക്ഷേ ഈ നിലവിലെ ടേം വ്യവസ്ഥകൾ അതിൽ ചിലർക്ക് ഇളവ് നൽകുമെന്ന വിവരം നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അതിൽ N ഷംസുദ്ദീനും മഞ്ഞളാംകുടി അലിയും PK ബഷീറും ഒക്കെ വീണ്ടും മത്സരിക്കാനുള്ളൊരു സാധ്യത നമ്മൾ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം പക്ഷേ ഇളവ് ലഭിക്കാത്ത 3 ടേം പൂർത്തിയാക്കിയ ഈ NA നെല്ലിക്കുന്നും അതുപോലെ തന്നെ P ഉബൈദുള്ളയും, അതുപോലെ മുൻപ് പലവട്ടം MLA ആയ KPA മജീദും, അതേപോലെ മഞ്ചേരി MLA, അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് എന്നാണ് അറിയാനാകുന്നത്. അങ്ങനെ ഈ 4 പേർ ഇത്തവണ ഉണ്ടാകില്ല എന്ന വിവരമാണ് ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്നതായിരിക്കും. അത് ഒരു പക്ഷേ മാർച്ച് ആദ്യവാരത്തിലാകും ആ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് അനുമോദ, ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് UDF-ന് ഏറ്റവും അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു മിഷനുമായി അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അവിടെയാണല്ലോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ തട്ടകങ്ങളിൽ വലിയ തിരിച്ചടി എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ലീഗ് അത്രമേൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും 27 സീറ്റുകളിലാണ് ലീഗ് ഇത്തവണ മത്സരിക്കുന്നത്. അതായത് 11 സീറ്റിൽ നിലവിലുള്ള MLA-മാർ മത്സരിക്കുന്നതിൽ 16 സീറ്റുകളിൽ പുതുമുഖങ്ങളോ മുൻപ് മാറി നിന്നവരോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് പരിചയസമ്പന്നർക്കും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കുമെല്ലാം ഒരേപോലെ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയായും ലീഗിൻ്റെ എന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇനി പ്രധാനമായിട്ടും ഇനിയുള്ള 16 സീറ്റുകൾ, അതിൽ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ളത് നിലവിൽ 4 എണ്ണം മാത്രമാണ്. മറ്റ് 12 എണ്ണത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിക്കാൻ കഴിയാതെ പോയ സീറ്റുകളാണ്. അപ്പോൾ അവിടേക്ക് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി, കുറേ കൂടി വിജയസാധ്യതയുള്ളവരെ ഉൾപ്പെടുത്തി, പരിചയസമ്പന്നരെ ഉൾപ്പെടുത്തി, അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു പോരാട്ട ചിത്രത്തിനാണ് ലീഗ് തയ്യാറെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട പേരുകളിൽ ചില പേരുകൾക്ക് വീണ്ടും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇക്കാര്യത്തിൽ നമുക്കറിയാം, CPM-ൻ്റെ പോലെയോ കോൺഗ്രസിൻ്റെ പോലെയോ ഒരു സംവിധാനമല്ല മുസ്ലിം ലീഗിൻ്റെ ഉള്ളത്. അവിടെ തീർച്ചയായിട്ടും പാണക്കാട്
സാദിഖ് അലി ഷിഹാബ് അതിൻ്റെ അധ്യക്ഷന് ആണ് അതിൽ ഏറ്റവും പരമാധികാരമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസൃതമായി ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ തന്നെയും സമഗ്രമായിട്ടുള്ള പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും ഒരേപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്കായിരിക്കും ലീഗ് രൂപം കൊടുക്കുക എന്ന തരത്തിൽ തന്നെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് സിറ്റിംഗ് MLA-മാരിൽ 15-ൽ 11 പേരും മത്സരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഇതിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം മാർച്ച് ആദ്യവാരത്തിൽ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA-മാരിൽ 11 പേർ നിലവിൽ മത്സരിക്കും എന്ന ധാരണയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. 4 പേർ മത്സരിച്ചേക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയമാണ്. രാഷ്ട്രീയ എതിരാളികൾ ആര്, എന്തൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം, അതിന് അവസാന നിമിഷം വരെ കാത്തിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ എന്നതുകൊണ്ട് തന്നെ ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.